ഒരടിമ അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിധേയത്വമാണ് അവനോട് മാപ്പ് ചോദിക്കുക എന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, സമുന്നതനായ റബ്ബിനോട് ഞാൻ മാപ്പിരക്കുന്നു. ഇത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളവും കൂടിയാണ്. ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതാണ് വിധേയത്വത്തോടെയുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തൂബാ ലിമൻ വജദ ഫി സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. എല്ലാ വിജയങ്ങളും തൻ്റെ ഏട്ടിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ എത്തിച്ചവനാണ്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് മനസ്സ് തൊട്ട് പറയാൻ ശീലിക്കുക. സ്വർഗം ലഭിക്കുന്നവരെ പരിചയപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്നാണ്. അവരത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. പല സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അത്താഴ സമയം. സുബഹിയുടെ അല്പം മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ചുരുങ്ങിയത് 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അളീം വ അതൂബു ഇലൈഹി എന്ന് നമ്മൾ പതിവാക്കുക. ജീവിതകാലത്ത് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ മനസ്സിൽ ഓർത്തെടുത്ത് ഖേദപൂർവം പടച്ചവനെ മാപ്പ് ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മളിത് ചൊല്ലുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.